വിരുന്നുകാരൊക്കെ വരുമ്പോൾ കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. ബ്രെഡ് വെച്ചിട്ടാട്ടോ ഇതുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് 3 ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അത്രയും എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 3 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ അതിൻ്റെ ഉള്ളിൽ സ്ക്വയർ ആയിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ഒരു കഷ്ണം ബ്രെഡ് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം. കാണുമ്പോൾ ഭയങ്കര പണിയുള്ള പോലെയൊക്കെ തോന്നും കേട്ടോ. പക്ഷെ 5-10 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നമുക്ക് നമ്മളുടെ വിരുന്നുകാരൊക്കെ നെട്ടിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണേ. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ ഞാനിതാ എല്ലാ ബ്രെഡിൻ്റെയും ഒരു സ്ക്വയർ കഷ്ണം ഇതേപോലെ മുറിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഒരു പഴമാണ് കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു 3 ബ്രെഡിലേക്ക് ഒരു പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പം ആ ഒരു പഴത്തിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് റൗണ്ടാക്കിയിട്ട് ഒന്ന് മുറിച്ചെടുക്കാം. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഈ ഒരു പഴമൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് നെയ്യോ ബട്ടറോ എന്താ ഉള്ളതെന്ന് വിചാരിച്ചാൽ അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ പഴമൊക്കെ ഒന്ന് വാട്ടിയെടുക്കാം. അപ്പോൾ പഴം നമ്മൾ 2 സൈഡും നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു 3 ബ്രെഡിലേക്ക് ഞാൻ ഒരു പഴവും ഒരു മുട്ടയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് മുട്ടയും പഴവും എടുക്കുക കേട്ടോ. ഇനി നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1.5 സ്പൂൺ പഞ്ചസാരയാണ് കേട്ടോ ഈ ഒരു മുട്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഏലക്കയാണ് നിങ്ങളുടെ കയ്യിലുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ വേണ്ടത് കുറച്ച് പാലാണ്. പാലാണെങ്കിലും കുഴപ്പമില്ല, പാൽപ്പൊടി ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പാൽപ്പൊടി കുറച്ച് ചൂടുവെള്ളത്തിൽ കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇവിടെ പാൽപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. പിന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് നല്ലോണം തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മുട്ടയൊക്കെ ഇതാ നല്ലതുപോലെ തന്നെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ പഴം വാട്ടിയ ആ ഒരു പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡ് ഉണ്ടല്ലോ, ഇതേപോലെ സ്ക്വയർ ആക്കിയിട്ടുള്ളത്, അത് നമുക്ക് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. 3 ബ്രെഡും നമുക്ക് ഈ ഒരു പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിട്ടുള്ള ആ ഒരു പഴം ഉണ്ടല്ലോ, അത് ഇതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. എല്ലാ ബ്രെഡിൻ്റെ ഉള്ളിലും ഇതേപോലെ നമുക്ക് വെച്ച് കൊടുക്കാം. പഴമൊക്കെ നമ്മൾ വെച്ച് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മുട്ടേൻ്റെ മിക്സ് ഉണ്ടല്ലോ, മുട്ടയും പാൽപ്പൊടിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു മിക്സും കൂടെ ഇതിൻ്റെ മുകളിലേക്കായിട്ട് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ആ ഒരു 3 ബ്രെഡിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ മുറിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ബാക്കി ബ്രെഡ് ഉണ്ടല്ലോ, അത് ഇതേപോലെ ഇതിൻ്റെ മുകളിലായിട്ട് അമർത്തി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ നമ്മൾ അമർത്തി വെച്ച് കൊടുക്കുമ്പോൾ അത് അവിടെ തന്നെ സെറ്റായി നിന്നോളും. അതേപോലെ നമുക്കെല്ലാം മൂടി വെച്ച് കൊടുക്കാം. എല്ലാ ബ്രെഡും ഇതേപോലെ മൂടി വെച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ള ആ ഒരു മുട്ടേൻ്റെ മിക്സും കൂടി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അതേപോലെ തന്നെ വെക്കുക കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ അതാ നല്ല കാണാൻ നല്ല ഭംഗിയില്ലേ. അപ്പോൾ മുഴുവനായിട്ട് തന്നെ ഇതേപോലെ ഒന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം.
ഇനി അപ്പുറത്തെ വശം കൂടി ഒരു 2 മിനിറ്റ് ഒന്ന് മുരിയിച്ചെടുത്താൽ നമ്മളുടെ ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. കാണാനും കഴിക്കാനും ഒക്കെ ഭയങ്കര ടേസ്റ്റാണ്. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. എന്നിട്ട് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ അതേപോലെ തന്നെയും സെർവ് ചെയ്യാം. ഇല്ലെങ്കിൽ അങ്ങനെ നമ്മൾ കോണായിട്ട് കട്ട് ചെയ്യില്ലേ, അതേപോലെ വേണമെങ്കിലും സെർവ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കൊരു 6 പീസ് കിട്ടും. ഇല്ല ഇങ്ങനെ മാത്രം മതിയെങ്കിൽ അങ്ങനെ കേട്ടോ. അപ്പോൾ ഞാനിതാ കുറച്ച് പഞ്ചസാരയൊക്കെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഭയങ്കര ഈസി ആയിട്ടും ഭയങ്കര ടേസ്റ്റിലുള്ള നമ്മളുടെ സ്നാക്ക് ഇതാ അവിടെ റെഡിയാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ.